ഒന്നും ടീച്ചർ അതിലേക്ക് അധികം ചേർത്തിട്ടില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആസ്വദിക്കുക. കാരണം ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ മനസ്സ് കണ്ടു തന്നെ അവർക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിൽ ആണ് ഈ കഥകൾ. പക്ഷെ മുതിർന്നവർക്ക് വളരെ പെട്ടെന്ന് അത് നമ്മുടെ കഴിഞ്ഞ കാലത്തേക്ക് ഓർമ്മ വരുന്നത് ആ ഒരു യക്ഷിക്കഥ, പാലമരവും. അപ്പം യക്ഷീനെ തന്നെ അതിൽ വർണ്ണിക്കുന്നുണ്ട്. പാറുക്കുട്ടി നോക്കി കാണുന്നുണ്ട്. അതിസുന്ദരിയായി കണങ്കാലൊറ്റം ചുരുള മുടിയൊക്കെ നീണ്ടിട്ടുള്ള ഒരു യക്ഷീനെ, സുന്ദരമായിട്ടുള്ള ഒരു രൂപം അതിൽ വാക്കുകളിലൂടെ നന്നായിട്ട് അതിൻ്റെ ഒരു ബിംബം വരച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് വളരെ വളരെ സുന്ദരിയായിട്ടുള്ള, കാരണം ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഒക്കെ നിൽക്കുമ്പോൾ പോലും ഈ വാക്കുകളിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ കിട്ടുന്നുണ്ട്. പിന്നീട് പാറുക്കുട്ടീൻ്റെ എല്ലാം ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് പാറുക്കുട്ടി തന്നെയാണ്. പാറുക്കുട്ടീൻ്റെ ഒരു അതിജീവനത്തിൻ്റെ കഥ, അതോടൊപ്പം തന്നെ പ്രകൃതിയായിട്ടുള്ള അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് ഈ ഒരു റിവ്യൂ കാണുന്നത്. തീർച്ചയായും നിങ്ങൾ അധികം ഒരു 100 രൂപയേ ഉള്ളൂ ഈ ഒരു പുസ്തകത്തിന്. തീർച്ചയായും ഈ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. കാരണം അവർക്ക് അറിയാത്ത ഒരു കാലഘട്ടത്തിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു തീർച്ചയായും അവർക്കത് ആസ്വദിക്കുന്ന 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾക്കും വളരെ രസകരമായിട്ട് ആ ഒരു രചനാ വൈഭവത്തിനെയാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നർമ്മത്തിൻ്റെ മേമ്പൊടിയോടുകൂടി, വാക്കുകളുടെ ലാളിത്യം കൊണ്ട് ഒക്കെ തന്നെ വളരെ കൈയടക്കത്തോടുകൂടി ഓരോ കഥകളും ടീച്ചർ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ആകാംക്ഷ ഉണർത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അതായത് മുതിർന്നവരെയായ നമ്മളെപ്പോലും ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പം LP സ്കൂളിലെ കഥകളൊക്കെ തന്നെ വളരെ രസകരമായിട്ടാണ് ആ കഥകളൊക്കെ പോകുന്നത്. ഞാൻ കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല, കാരണം നിങ്ങളത് വായിക്കണം, തീർച്ചയായും വാങ്ങി വായിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കാർട്ടൂണൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിരി വരത്തില്ലേ, ചിരിച്ചു പോകുന്നില്ലേ? അതേപോലെ സത്യം പറയുകയാണെങ്കിൽ LP സ്കൂളിൽ പാറുക്കുട്ടി പോകുന്ന ഒരു ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു ചിത്രത്തിൽ വരച്ച് കാണിക്കുന്നത് വാക്കുകളിലൂടെ വരച്ച് കാണിക്കുക. അപ്പം അങ്ങനെ ഉള്ള ആ വരികളിലൂടെ എനിക്ക് സത്യത്തിൽ ചിരിയാ വരണം. ഒരു കാലത്ത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഭൂതകാലത്തിൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാലത്തിന് ടീച്ചർ ഈ പുസ്തകത്തിലൂടെ 10 കഥകളിലൂടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് 100% ഈ ഒരു പുതിയൊരു മേഖലയിൽ ടീച്ചർ കൈവെക്കുകയാണ്. പ്രത്യേകിച്ചും ബാലസാഹിത്യ കൃതി അവിടെ 100% വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വായിക്കുന്ന നിങ്ങളും അത് സമ്മതിക്കുന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. തീർച്ചയായും കുട്ടികൾക്കും അതോടൊപ്പം മുതിർന്നവർക്കും ആസ്വാദ്യകരമാകുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി വായിക്കുമല്ലോ അല്ലേ? അതിൻ്റെ കമൻറ്റുകൾ